വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ബലിപെരുന്നാൾ അവധി ശനിയാഴ്ചയാണ്. നാളത്തെ അവധി മറ്റന്നാളത്തേക്ക് മാറ്റി. നാളെ സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്കൂളുകൾക്കും പ്രവൃത്തി ദിനമായിരിക്കും. നേരത്തെ 2 ദിവസം അവധി വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. 2 ദിവസം അവധി നൽകണമെന്ന് മുസ്ലിം ലീഗും കോൺഗ്രസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെരുന്നാൾ അവധിയിലും വിവാദം കത്തുകയാണ്. അറഫ ദിനത്തിൽ നേരത്തെ പ്രഖ്യാപിച്ച പെരുന്നാൾ അവധി സർക്കാർ നിഷേധിച്ചത് തെറ്റാണെന്നും അവധി പുനഃസ്ഥാപിക്കണമെന്നും KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ ആവശ്യപ്പെട്ടു. നേരത്തെ പ്രഖ്യാപിച്ച വെള്ളിയാഴ്ചയിലെ അവധി ശനിയാഴ്ചത്തേക്ക് മാറ്റിയത് നീതീകരിക്കാൻ കഴിയില്ലെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി P അബ്ദുൽ ഹമീദ് മാസ്റ്ററും പറഞ്ഞു. വെള്ളിയാഴ്ച അവധിയെ പ്രഖ്യാപിക്കണമെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം ആവശ്യപ്പെട്ടു. ബക്രീദ് അവധിയിൽ ലീഗ് വിവാദമുണ്ടാക്കുകയാണെന്നായിരുന്നു മന്ത്രി P രാജീവിന്റെ ഇതിനോടുള്ള പ്രതികരണം. അവധി എന്ത് ഉദ്ദേശത്തിനാണോ അതിന്റെ അടിസ്ഥാനത്തിലാണ് നൽകുന്നത്. വിവാദം അനാവശ്യമാണെന്ന് മന്ത്രി പ്രതികരിച്ചു. എന്തുകൊണ്ടാണ് ഈ വെള്ളിയാഴ്ച മാറ്റി ശനിയാഴ്ചയ്ക്ക് മാറ്റിയത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഗവൺമെന്റിന്റെ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ആരെ സംതൃപ്തമാക്കാനാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. കലണ്ടർ നേരത്തെ തീരുമാനിച്ചതാണ്. ഫ്രൈഡേ ഓഫാണ്, റെഡായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിനകത്തും പുറത്തുള്ള ഒരുപാട് കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ, ജോലിക്കുള്ള ആൾക്കാർ, ഉദ്യോഗസ്ഥന്മാരൊക്കെ പോയി ഇന്ന് വണ്ടിയൊക്കെ റിസർവ് ചെയ്ത് പോരാൻ വേണ്ടി നാട്ടിൽ പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇപ്പോൾ നാളത്തെ അവധി പിൻവലിച്ചു എന്ന് അറിയാൻ സാധിക്കുന്നത്. അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനും പറ്റാത്തൊരു കാര്യമാണ്. അല്ല, നമ്മുടെ മുൻപിൽ അവധി ഒരു പ്രത്യേക ആവശ്യത്തിനാണല്ലോ. അത് വേറെ ദിവസത്തേക്ക് മാറിയതുകൊണ്ടാണ് അവധി ആ ദിവസത്തേക്ക് മാറ്റി നിശ്ചയിച്ചിട്ടുള്ളത്. അവധി എന്തുദ്ദേശത്തിനാണോ അതിനനുസരിച്ചാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പ്രായോഗികമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് വേറെ നോക്കേണ്ടതാണ്. ഗവൺമെന്റിന്റെ മുൻപിൽ സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ എടുക്കേണ്ട സമീപനമാണ്. ഇവിടെ മുസ്ലിം ലീഗ് ഇപ്പോൾ ഓരോന്നിനും വിവാദമാക്കാനാണല്ലോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹജ്ജ് തീർത്ഥാടനത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം തുടങ്ങി. 160 രാജ്യങ്ങളിൽ നിന്നായി 18 ലക്ഷത്തോളം തീർത്ഥാടകർ അറഫയിലെത്തി. രാവിലെ മുതൽ മിനായിൽ നിന്ന് അറഫയിലേക്ക് തീർത്ഥാടകരുടെ പ്രവാഹമായിരുന്നു. അറഫയിൽ പ്രാർത്ഥന പൂർത്തിയാക്കി തീർത്ഥാടകർ സൂര്യാസ്തമയ ശേഷം മുസ്ദലിഫയിലേക്ക് നീങ്ങും. വെള്ളിയാഴ്ച പുലർച്ചെ മിനായിൽ തിരിച്ചെത്തും. അവിടെ ജംറയിൽ കല്ലേറ് കർമ്മം നിർവഹിച്ച് മുടിമുറിക്കുന്നതോടെ ഹജ്ജിന് അർദ്ധവിരാമമാകും. നാളെ ഗൾഫിൽ ബലിപ്പെരുന്നാളാണ്.